ആഗമനോദ്ദേശവർണ്ണനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവന്മാരും സാക്ഷാൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണനെ കണ്ടതിനു ശേഷം എന്തായി എന്ന് കേൾക്കണ്ടേ മക്കളെ? ശ്രീ വൈകുണ്ഠനാഥനായ ഹരി എഴുന്നേറ്റ് എട്ടുഭുജത്തോടുകൂടി പരിപൂർണതമനായ കൃഷ്ണവിഗ്രഹമായി ദേവന്മാരുടെ മുന്നിൽ നിന്നു. അപ്പോഴതാ ചണ്ഡവിക്രമനായ നരസിംഹം സൂര്യപ്രഭയോടെ വന്ന് കൃഷ്ണവിഗ്രഹത്തിൽ ലയിക്കുന്നത് ദേവന്മാർ കണ്ടു. പിന്നീട് ശ്വേതദ്വീപാധിപനായ വിഷ്ണു 1000 കൈകളിലും ആയുധങ്ങളുമായി ശ്രീയോടും പാർഷദന്മാരോടും ഒത്ത് കൃഷ്ണവിഗ്രഹത്തിൽ ലയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതാ രാജീവലോചനനായ ശ്രീരാമൻ അനേകം വാനരന്മാരുടെ കൂടെ വന്ന് കൃഷ്ണവിഗ്രഹത്തിൽ ലയിച്ചു. ഇതുകൂടാതെ യജ്ഞൻ, സുരേശ്വരൻ മുതലായവരും മുനിവേഷത്തിലിരിക്കുന്ന നരനാരായണന്മാരും എല്ലാവരും നോക്കി നിൽക്കെ കൃഷ്ണവിഗ്രഹത്തിൽ ലയിച്ചു. ഇതെല്ലാം കണ്ട് ദേവന്മാർ അത്ഭുതപ്പെട്ടു. സ്വയം ശോഭിതനായ സാക്ഷാൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണനെ എല്ലാവരും സ്തുതിച്ചു. നോക്കൂ മക്കളെ, എല്ലാ അവതാരങ്ങളും വന്ന് ശ്രീകൃഷ്ണനിലാണ് ലയിച്ചത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ പരിപൂർണതമൻ എന്ന് പറയുന്നത്. ഭൂലോകത്തിൽ രാജാക്കന്മാരുടെയും രാക്ഷസരുടെയും അക്രമം സഹിക്കവയ്യാതെ സാധുജനങ്ങളും ഭൂമിദേവിയും കഷ്ടപ്പെടുന്നു. ഭൂഭാരം തടുക്കാനാവാതെ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രഭോ, എല്ലാം അറിയുന്ന അങ്ങ് ഭൂമിദേവിയെയും സജ്ജനങ്ങളെയും രക്ഷിച്ചാലും എന്ന് ദേവന്മാർ കൃഷ്ണനെ സ്തുതിച്ചു പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: ഹേ ബ്രഹ്മ, ഹേ ശംഭോ, സുരന്മാരെ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ ആവശ്യപ്രകാരം യാദവകുലത്തിൽ ഞാൻ ജനിക്കാം. എൻ്റെ കൂടെ ഏറെ യാദവന്മാരും യാദവ സ്ത്രീകളും ഉണ്ടാകും. പിന്നെ എൻ്റെ തന്നെ അംശങ്ങളായ സ്ത്രീകളും ഉണ്ടാകും. അങ്ങനെ ജന്മമെടുത്തു കഴിഞ്ഞാൽ ഭൂഭാരത്തെയെല്ലാം ഞാൻ തീർത്തുകൊള്ളാം. ഓരോ യുഗത്തിലും അധർമ്മം നശിപ്പിച്ച് ധർമ്മം നിലനിർത്താൻ വേണ്ടി ഞാൻ പിറന്നു വരുന്നതാണ് എന്ന് പറഞ്ഞു. ശ്രീരാധയ്ക്ക് ഇതെല്ലാം കേട്ടപ്പോൾ വലിയ സങ്കടമായി. രാധ ഇങ്ങനെ പറഞ്ഞു: പ്രഭോ, അങ്ങ് ഭൂഭാരം തീർക്കാനായി ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ ഞാനിവിടെ ജീവനോടെ ഇരിക്കില്ല. ഇത് സത്യമാണ്. എൻ്റെ സത്യത്തിന് വില കൽപ്പിക്കാതെ പോവുകയാണെങ്കിൽ ഞാനിതാ വീണ്ടും പറയുകയാണ്: കർപ്പൂരം എരിഞ്ഞു പുകയായതുപോലെ ഞാനും പുകയായി പോകും എന്ന്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: എന്തിനാണ് രാധികേ നീ ഇത്ര ദുഃഖിക്കുന്നത്? നീ ദുഃഖിക്കേണ്ട. ഞാൻ പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകും. നിന്റെ വാക്കും നിറവേറ്റാം, ഭൂഭാരത്തെ കുറയ്ക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. രാധയ്ക്ക് സന്തോഷമായി. പക്ഷേ ഒരു സങ്കടം ഉണ്ട്. അതെന്താണെന്നറിയണ്ട മക്കളെ? രാധ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: നമ്മൾ ഭൂലോകത്തേക്ക് പോയാൽ അവിടെ എങ്ങനെ നമ്മൾ സന്തോഷത്തോടെയും സുഖത്തോടെയും ഇരിക്കും? ഇവിടെ ഗോവർദ്ധനമുണ്ട്, വൃന്ദാവനമുണ്ട്, യമുനാ നദിയുണ്ട്. അവിടെ അതൊന്നും ഇല്ലല്ലോ. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സുഖവും സന്തോഷവും എങ്ങനെയുണ്ടാവും? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു: നീ സങ്കടപ്പെടേണ്ട രാധേ, നമുക്ക് ഗോവർദ്ധനവും വൃന്ദാവനവും യമുനയും എല്ലാം ഭൂലോകത്തേക്ക് കൊണ്ടുപോകാം എന്ന്. അങ്ങനെ ഭൂലോകത്ത് നിന്നും കൊണ്ടുവന്നതാണ് ഇതെല്ലാം എന്നാണ് ഗർഗഭാഗവതത്തിൽ പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ബ്രഹ്മനും ദേവന്മാരും കൃഷ്ണനെ വണങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബ്രഹ്മൻ കൃഷ്ണനോട് ഇങ്ങനെ ചോദിച്ചു: ഭൂലോകവാസികളെല്ലാം ഭൂലോകത്ത് ജനിക്കണമെന്നാണല്ലോ പ്രഭു പറഞ്ഞത്. അപ്പോൾ ഞാൻ എവിടെയാണ് ജനിക്കേണ്ടത്? അങ്ങ് എവിടെ, ആരുടെ ഗൃഹത്തിലാണ് ജനിക്കുന്നത്? മറ്റുള്ള സുരരെല്ലാം എവിടെയാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ കനിവുണ്ടാകണമെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു:
ദേവകി വസുദേവന്മാർക്ക് മകനായിട്ട് ഞാൻ ജനിക്കും. ആദിശേഷൻ രോഹിണിയിലും എൻ്റെ ജ്യേഷ്ഠനായി ജനിക്കും. പിന്നെ എൻ്റെ സഖിമാരായ 8 പേര് ശ്രീദേവി രുക്മിണിയായി ജനിക്കും. ശിവ ജാമ്പവതിയാകും. തുളസി സത്യയായി വരും. ഭൂമി സത്യഭാമയായി വരും. പിന്നെ ദക്ഷിണ ലക്ഷ്മണയാകും. ഗംഗ മിത്രവിന്ദയാകും. വിരജ കാളിന്തിയാകും. ലജ്ജ ഭദ്രയുമാകും. പിന്നെ കാമദേവൻ ലോകപ്രസിദ്ധനായ പ്രദ്യുമ്നായി രുക്മിണിയിൽ ജനിക്കും. ദ്രോണൻ നന്ദനായിട്ടും ദ്രോണപത്നി യശോദയായിട്ടും സുചന്ദ്രൻ വൃഷഭാനുവായിട്ടും കലാവതി കീർത്തിയായിട്ടും ജനിക്കും. വൃഷഭാനുവിൻ്റെയും കീർത്തിയുടെയും മകളായിട്ട് രാധ ജനിക്കും. പിന്നീട് ഞങ്ങൾ അവിടെ രാസക്രീഡ നടത്തും എന്ന് പറഞ്ഞ് ഭഗവാൻ പോയി. ഇതെല്ലാം ഗർഭഭാഗവതത്തിലുള്ളതാണ് കേട്ടോ മക്കളെ. ഇനി അടുത്ത ദിവസം പറയാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. സർവം കൃഷ്ണ.